കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം ഒരു ഫൈനൽ മത്സരം നടക്കാനിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ ആവേശത്തിലാണ്. ഈ മത്സരത്തിന്റെ താരം രാഹുൽ, ഗ്രാമത്തിന്റെ മികച്ച ബാറ്റ്സ്മാൻ. രാഹുലിന്റെ ടീം ഫൈനലിലെത്തി. എല്ലാവർക്കും അവനിൽ പ്രതീക്ഷ. ഇതവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം. മത്സരം തുടങ്ങാൻ നേരം അവനെ കാണുന്നില്ല. രാഹുൽ കാണാതായി. ടീം ഞെട്ടി. ഗ്രാമം മുഴുവൻ തിരച്ചിൽ. എവിടെയും അവനില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, അവനെ ഇന്നലെ രാത്രി ഗ്രൗണ്ടിൽ കണ്ടു. അതിനുശേഷം കണ്ടിട്ടില്ല. രാത്രി ഗ്രൗണ്ടിനൊരു വിചിത്രമായ ശാന്തത. ആരും അവിടെ പോകാറില്ല. രാഹുലിന്റെ സുഹൃത്ത് സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു. അവൻ ഗ്രൗണ്ടിലേക്ക് പോയി. അവൻ കേട്ടു ബാറ്റടിക്കുന്ന ശബ്ദം. അതും ആരുമില്ലാത്ത ഗ്രൗണ്ടിൽ. അവൻ അടുത്തേക്ക് പോയി. ഹൃദയം വേഗം ഇടിച്ചു. അവൻ കണ്ടത് രാഹുൽ കളിക്കുകയായിരുന്നു ഒറ്റയ്ക്ക്. പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. അവന്റെ മുഖം അസ്വാഭാവികം, കണ്ണുകൾ ശൂന്യവും. സുഹൃത്ത് വിളിച്ചു, രാഹുൽ. അവൻ തിരിഞ്ഞു നോക്കി. അവൻ പറഞ്ഞു, മത്സരം എപ്പോൾ നടക്കുകയാണ്, എനിക്ക് കളിക്കണം. പക്ഷേ അവിടെ ആരുമില്ല. ഗ്രൗണ്ട് ശൂന്യം. അവൻ പന്തടിച്ചു. പന്ത് വായുവിൽ പറക്കുന്നു. പക്ഷെ ആരും ആ പന്ത് പിടിച്ചില്ല. സുഹൃത്ത് ഭയന്നു. അവൻ പിന്നോട്ട് നീങ്ങി. ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ രാഹുൽ പറഞ്ഞു, നീയും കളിക്കണം. മാച്ച് തീർന്നിട്ടില്ല. അവൻ ഓടി രക്ഷപ്പെട്ടു. ഗ്രാമത്തിലുള്ളവരോടെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം എല്ലാവരും ഗ്രൗണ്ടിലെത്തി, സത്യം എന്താണെന്നറിയാൻ. ഗ്രൗണ്ടിൽ രാഹുൽ കിടക്കുന്നു, ബോധമില്ലാതെ. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു. ഒന്നും മനസ്സിലായില്ല. അവൻ ഉണർന്നപ്പോൾ ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചെന്ന് പോലും അവന് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യമാണ് അവൻ പറഞ്ഞത്, മത്സരം കഴിഞ്ഞിട്ടില്ല. ഫൈനൽ മത്സരം റദ്ദാക്കി. ആരും കളിക്കാൻ തയ്യാറായില്ല. എല്ലാവർക്കും പേടിയായി. ഇന്നും ആ ഗ്രൗണ്ടിൽ രാത്രി ബാറ്റിന്റെ ശബ്ദം കേൾക്കാം. ചില മത്സരങ്ങൾ ജീവിതത്തിൽ ജയിക്കാനല്ല, പൂർത്തിയാക്കാനാണ്.